ഇങ്ങനത്തെ ഒരു ഫാൻസ് ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാണ് ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചത്. അതെ, ഒരു രക്ഷയില്ല. സൂര്യ സാറിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എന്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് പേരെ ജയറാമേട്ടന്റെ, ലാലേട്ടന്റെ, മമ്മൂക്കയുടെ, അങ്ങനെ കുറെ ഹീറോസ്, സൂര്യ സാർ, അവരിൽ ഒരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാറിൽ ഈ ഫംഗ്ഷന് വരുന്നു. ഇതിൽ പരം വലിയ ഡോക്ടർ വേണം. ഐ ലവ് യു, താങ്ക് യു സോ മച്ച് സർ. സൂര്യ സാറെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും കിട്ടികളാണ് ഒരു നമുക്ക്. ഞാനൊരു കണ്ടാണെങ്കിൽ ഒരു ഉറപ്പിട്ടില്ല കഴിയുള്ളൂ. കാരണം വെച്ചാല് എല്ലാം ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രമല്ലല്ലോ, ആ ഭംഗി രസമാവുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം, അയാളുടെ മറ്റുള്ളവരോട് സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു, ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് മടുക്കും. ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയും തോറും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ്. ഈ സ്നേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് സൂര്യ സർ. അതിലൊരു സന്തോഷം, അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ തോന്നുന്ന സന്തോഷം, അതിന്റെ കൂടെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ സിനിമയില് ഞാനൊരു വലിയൊരു കഥാപാത്രമാണ്. എനിക്കത് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ഇന്നലെ വിശ്വസിച്ചത് എന്റെ കാർത്തി, അദ്ദേഹം പറഞ്ഞ പോലെയാണ് ഈ പടത്തിൽ അഭിനയിച്ച. ഓൾ ക്രെഡിറ്റ്സ് ടു കാർത്തിക് സുബ്രാജ് ആൻഡ് മിസ് യു കാർത്തിക് ആൻഡ് ടൂബി ആൻഡ് സ്റ്റോൺമെച്ച് ഫ്രണ്ട്സ്. കിട്ടിലം പ്രൊഡക്ഷനായിരുന്നു അവരുടെ. നമുക്കിത് വലിയ ബഡ്ജറ്റ് സിനിമയാണ്. നമ്മള് ഇതിന്റെ ബഡ്ജറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് 150 കോടികൾക്ക് മേലെയാണ്. അത്ര വലിയൊരു ദ്വീപൊക്കെ ഒരു രാജ്യം മാറ്റിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഭയങ്കര വലിയൊരു സിനിമയാണ്. അത് അതിന്റെ ഭാഗം പറ്റിയത് വലിയൊരു ഭാഗ്യം. ഭയങ്കര സൂപ്പർ ഹാപ്പി. വേറെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ അത് സുജിത്, കരുണാകരൻ, മത്സ്യങ്കാർക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ സിന്ധി ഡിസ്ട്രിബ്യൂട്ടർ. ഇത് പൊളിക്കും.